നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പോഡ്കാസ്റ്റ് ഇനാഗ്രേഷൻ കാര്യങ്ങളെല്ലാം വളരെ അതിമനോഹരമായിട്ട് ഹാപ്പി ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ട് തന്നെ നടന്നു. ഇനാഗ്രേഷൻ വീഡിയോസും പോഡ്കാസ്റ്റിന്റെ വീഡിയോസും ഒക്കെ ഓൺ ദ വേ ആണ്, എഡിറ്റിംഗ് പ്രോസസ്സിലാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും പ്രേയേഴ്സിനൊക്കെ ഒരുപാട് നന്ദി. അതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഓട്ടങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് മറ്റു ചില വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. സോ ബാക്ക് ടു ട്രാക്ക്. ഓക്കെ, അപ്പം എനിക്ക് RJ ആവാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. RJ ആവാനും ഇഷ്ടമായിരുന്നു, ഇന്റർവ്യൂ ചെയ്യാനും ഇഷ്ടമായിരുന്നു. RJ ആവാനുള്ള ശ്രമങ്ങളൊക്കെ ഒരുപാട് നടത്തിയതിന് ശേഷമാണ് ഞാൻ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. ദെൻ RJ മാറിയിട്ട് VJ ആയി. സോ റീസെന്റ് ആയിട്ട് നടന്ന ഒരു RJ റിലേറ്റഡ് സംഭവം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കിക്കഴിയുമ്പോൾ ചില യൂട്യൂബേഴ്സ് ഒക്കെ ഇവര് സംസാരിക്കുന്ന ചില കാര്യങ്ങളെ കട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് എല്ലാവർക്കും റീച്ച് മുഖ്യം ബിഗിലെ. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ക്ലീൻ ഷോട്ട് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. സോ ഇവരൊരു പ്രാങ്ക് കോൾ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത്. അപ്പം പ്രാങ്ക് കോളില് അവര് പേരിട്ടിട്ട് അവരെ ആൾക്കാരെ ടോട്ടലി സ്ട്രേഞ്ചേഴ്സ്, അതായത് സ്ട്രേഞ്ചേഴ്സ് ഇൻ സെൻസ് ലൈക്ക് ഈ പ്രാങ്ക് കോളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് അതിൽ വലിയ തമാശയും കാര്യങ്ങളായിട്ടൊന്നും തോന്നിയില്ല. ആൻഡ് അവരെന്തോ ഭയങ്കര സംഭവം ചെയ്ത മാതിരിയാണ് സംസാരിക്കുന്നത്, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് RJ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ സംസാരം വാക്കുകളിലൂടെ ആൾക്കാരുടെ ഹൃദയത്തിൽ കയറി പറ്റുക, ആ ഒരു ജോലിയുടെ വാല്യൂ അറിയാഞ്ഞിട്ടാണോ അതോ കോമൺ സെൻസ് കൂടി പോയതുകൊണ്ടാണോ എന്തോ ഏതോ ഭയങ്കര ഒരു സങ്കടം തോന്നി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതന്നെയാണ് ഞാൻ പറയുന്നത്, ഇവരുടെ ജോലി പോയി അല്ലെങ്കിൽ അങ്ങനെ പല സംഭവങ്ങളൊക്കെ കേട്ടു. ജോലിയൊന്നും പോയിട്ടൊന്നുമില്ല. അതേപോലെ നീട്ടിപ്പിടിച്ചൊരു മാപ്പും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം അവർ സംസാരിച്ച ഒരു സംഭവം നമുക്ക് കേൾക്കാം, ആ വീഡിയോയിൽ കൂടെ ഒന്ന് പോവാം. ഭയങ്കര ഒരു പ്രാങ്ക് കോൾ, ഭയങ്കര ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് പൊടിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു ചിരിയും തോന്നിയില്ല. എനിക്ക് അയ്യേ പാവം എന്നുള്ള രീതിയിൽ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണോ എന്തോ ഏതോ. നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് പോവാം. ഓക്കെ, കുണ്ടിയില്ലേ, കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? മാധ്യമങ്ങളിൽ പുതിയ ആള് ഞാൻ വേറൊരു വീഡിയോ കൂടിയും കണ്ടു ഇൻസ്റ്റാഗ്രാമില്. ലൈക്ക് ഒരു ബൈക്ക് ഓടിക്കാൻ ആൾക്കാരോട് വെയിലത്ത് ബൈക്ക് കൊണ്ട് വയ്ക്കാറുണ്ടോ, സീറ്റ് ഈ പറഞ്ഞ പദപ്രയോഗം ആ വാക്ക് ഉപയോഗിച്ചിട്ട് വയ്ക്കാറുണ്ടോ, അവിടെ പൊള്ളാറുണ്ടോ എന്നൊക്കെ. അപ്പം ഇവര് എന്തും കാണിച്ച് റീച്ച് ആവാം അല്ലെങ്കിൽ എന്തും സംസാരിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട് ചില ആളുകളുടെ സോഷ്യൽ മീഡിയ യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്ന് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത് കഴിഞ്ഞതിന് ശേഷം നീട്ടിപ്പിടിച്ചൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാപ്പിന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചടി ഭാഷയിലാണ് ഗുണ ത്രികോണ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു കാര്യം ചെയ്യുന്നു, ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മളൊരു സംഭവം സ്റ്റേജിൽ സംസാരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ RJ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നീന, ജോസഫ് അനൻകുട്ടി, അവരുടെയൊക്കെ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കേൾക്കാൻ തന്നെ നമുക്ക് അവരുടെ ഒരുപാട് നോളജസ് അല്ലെങ്കിൽ അവര് ലൈക്ക് ദ വേ അവര് ആ ഒരു പ്രോഗ്രാം പെർഫോം ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് നല്ല രസമാണ് കാണാനും കേൾക്കാനൊക്കെ ആയിട്ട്. ഒരുപാട് ഫാൻ ബേസസ് ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പം അതിനെ ഒന്നും മാനിക്കാതെ ഇവര് ഏത് സമയത്താണ് ഇവരുടെ തലയിൽ ഈ ബുദ്ധി തോന്നിയതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി നല്ല ആർക്കും സോഷ്യൽ മീഡിയയിൽ ആ ഒരു സംഭവം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മൈലാഞ്ചി കേസ് പോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വണ്ടിയുടെ ബൈക്കിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്. അപ്പോ മാപ്പ് കേൾക്കാം. മാപ്പിൽ അവരെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ മാപ്പ് പറഞ്ഞിരിക്കുന്ന വീഡിയോയിലാണ് പല ആൾക്കാരും കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. ജോലി പോയി എന്ന് പറയുന്ന സംഭവം കട്ട് ചെയ്തിട്ട് കുറച്ച് പേർ ഇട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് തന്നെ ആ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തു. ആൻഡ് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് തന്നെ എന്താ പറയാ മാപ്പും പറഞ്ഞിട്ടുണ്ട്. കൈവിട്ട ആയുധവും വായ്വിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ആ മാപ്പ് പറഞ്ഞതിൽ പോലും അച്ചടി ഭാഷയിലൂടെ ആ മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് വലിയൊരു ഇതൊന്നും തോന്നിയില്ല. കാരണം ഒറ്റ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ, ബോധമില്ലേ, കോമൺ സെൻസ് ഇല്ലേ? പ്രത്യേകിച്ച് ഒരു RJ എന്ന് പറയുന്ന ഒരു വ്യക്തി കാര്യം ചെയ്യുമ്പോൾ പ്രിപ്പയർഡ് ആവില്ലേ? അപ്പോ ഇത് വരുത്തി കൂട്ടിയൊരു റീച്ച് ആണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് നെഗറ്റീവ് ആയാലും എന്താണ് അത് കുറച്ചും കൂടി റീച്ച് ആവും, കുറച്ചും കൂടി പബ്ലിസിറ്റി കൂടുന്നൊക്കെ. പക്ഷെ എത്രത്തോളം നെഗറ്റിവിറ്റി അവിടെ നമ്മൾ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയിലൂടെ നമ്മുടെ ഇമേജ് എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ള കാര്യം ആലോചിക്കാതെ നെഗറ്റീവ് ആണെങ്കിലും വേണ്ടില്ല, റീച്ച് ആയാൽ മതി എന്ന് പറയുന്ന ഒരു സംഭവം. സോ RJ അഞ്ജലിയുടെ മാപ്പ് സെക്ഷനിലൂടെ നമുക്കൊന്ന് പോവാം. ുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കൊതി കൂടിയിട്ടാണ് ഇപ്പൊ എയറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിൽ ഭയങ്കരമായിട്ട് സ്നേഹം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ആ സ്നേഹം സംസാരിക്കാനുള്ള കൊതി കൊണ്ടും സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടുമാണ് ആശാത്തി ഇപ്പോ റീസെന്റ് ആയിട്ടൊരു ലാൻഡ് ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ
ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രാങ്ക്സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലേതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഈ പ്രാങ്ക് കോളിന്റെ കഥയും പാറ്റേണും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ നാട്ടുകാർക്ക് അറിയേണ്ട ഒരു കാര്യവുമില്ല. അത് പിന്നെയും വെള്ള പൂശാൻ നോക്കുകയാണ്. സ്ട്രേഞ്ചേഴ്സിനോടല്ല, ഗൂഗിൾ ഫോമിലൂടെ വന്ന ആൾക്കാരാണ്. ഈ ഗൂഗിൾ ഫോമിലൂടെ വന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് പഠിച്ചവരോ കസിൻസോ റിലേറ്റീവ്സോ ആരുമല്ലല്ലോ. അപ്പോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി ഇവര് ഒരു ഫണ്ണി ആയിട്ട് ആ ഒരു മീശമാധ മൂവിയിലെ സിനിമ അല്ല ക്ലിപ്സിങ്സ് കാണുകയും ദെൻ ഇത് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പൊ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആ വാക്കിനോടുള്ള പ്രതിഷേധമായിരിക്കും, അതല്ലെങ്കിൽ ഇത് നാട്ടുകാർക്ക് ഈ സംഭവം ഭയങ്കര വിഷമായിട്ട് തോന്നി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് ആദ്യമല്ല ഒരു മുൻകൂർ സമയമാണ് ഇനി അങ്ങനെ ഉദ്ദേശിച്ചില്ല ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല എന്ന് പറയുന്നത്. എന്നാലും ആള് ഒരു എവിടെയും തൊടാത്ത രീതിയിൽ ഒരു മാപ്പ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിനകത്ത് മെയിൻ ആയിട്ട് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് സംസാരിച്ചേക്കുന്നത് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനോടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവര് ഒരു RJ ഇതിൽ നിൽക്കുന്നു, ഇപ്പുറത്ത് നിൽക്കുന്ന മെഹന്തി ആർട്ടിസ്റ്റ്. അപ്പോ എങ്ങനെയും പ്രാങ്ക് കോൾസ് ഏത് രീതിയിൽ വേണമെങ്കിലും ആക്കാം. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇട്ട് തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോ ഉള്ള കാര്യം പറയാലോ, ഞാനായിരുന്നു ആ സ്ഥാനത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ ഭയങ്കരമായിട്ട് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നുണ്ട്, ഭയങ്കര സംഭവമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇൻസ്റ്റയിൽ ആ ഒരു വീഡിയോ കണ്ടത്, ബൈക്ക് വെയിലത്ത് കൊണ്ടിടുമ്പോൾ ഈ പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, അത് പൊള്ളാറുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവര് മാപ്പ് പറയുന്നുണ്ടെങ്കിലും ഇവർ എവിടെയൊക്കെയോ ഒന്ന് തേച്ചൊട്ടിക്കുന്നു, അല്ലെങ്കിൽ ഒരു മിസ്റ്റർ പെർഫെക്ഷൻ എടുക്കുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് ഇത്ര ഒരു സംഭവം ഈ ഒരു RJ സെക്ഷൻ ഭാഗത്ത് ജോലിയും കാര്യങ്ങളൊന്നും പോയില്ലെങ്കിലും വേറെ രീതിയിലുള്ള റിയാക്ഷൻസ് ഒന്നും ഇവർക്ക് ഉണ്ടായില്ലേ, വാണിംഗ് ഒന്നും ഉണ്ടായില്ലേ എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. എനിക്കറിയത്തില്ല ഹെഡ് ഓഫ് അവരൊക്കെ എങ്ങനെയാണ് ഈ കാര്യത്തിന് ഏറ്റെടുത്തേക്കണേന്ന്. ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. എനിക്ക് ലൈക്ക് മാപ്പ് പറയുന്ന രീതി കേട്ടിട്ട്, ലൈക്ക് നമ്മൾ ഈ ന്യൂസ് റീഡിങ് അല്ലെങ്കിൽ ലൈക്ക് ഒരു പർട്ടിക്കുലർ സെക്ഷൻ നമ്മളിങ്ങനെ എഴുതി കൊടുത്തിട്ട് പറയില്ലേ, ഇത് ഇങ്ങനെ തന്നെ വായിക്കണം, ഇതിന്ന് കയ്യിൽ നിന്ന് എടുത്തൊന്നും പറയാൻ പാടില്ല, ഈ വാക്കുകൾ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണം. തെറ്റ് ചൂണ്ടിക്കാണിച്ച നാട്ടുകാരോട് മാപ്പ് പറഞ്ഞേക്കാൾ ഉപരി കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ബോധം, അല്ലെങ്കിൽ RJ അല്ലെങ്കിൽ ഒരു ന്യൂസ് റീഡറൊക്കെ അവരുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ആങ്കർ ഒക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത്രയും ക്രോസ് ചെക്ക് ചെയ്ത് സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലാതെ വായ്ത്തൊന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം തെറ്റു ചൂണ്ടിക്കാണിച്ചവർക്ക് നന്ദി, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല എന്ന് പറയുന്നതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന സെൻസ് ലൈക്ക് ഇതൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ബോധമില്ലാത്തവരൊന്നല്ലല്ലോ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കടലോളമായിട്ടുള്ള സ്ഥലത്ത് ഒരു ചെറിയ കല്ലിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓളത്തിനെ വളരെയധികം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സാധനം സംസാരിച്ചേക്കണെന്ന് പ്രസന്റ് ചെയ്യണേന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തോന്നിയാസം കാണിച്ചു, അത് റീച്ച് ആയി, ദെൻ വന്ന് മാപ്പ് പറഞ്ഞു, ഒരോളം നിങ്ങൾ സൃഷ്ടിച്ചു. പക്ഷെ ഈ RJ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ആ ജോലിയിൽ ആ ഒരു പൊസിഷനെ റെസ്പെക്ട് ചെയ്യുന്നവർക്കൊക്കെ ടു ബി ഫ്രാങ്ക് ഭയങ്കര പുച്ഛമായി പോയി. ലൈക്ക് RJ അഞ്ജലി, എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയണേ, എനിക്ക് ഭയങ്കര അധികം ആഗ്രഹമുള്ള ഒരു പൊസിഷനാണ് ഈ RJ ആവാന്നുള്ളത്. പക്ഷെ ആ ഒരു ജോലിയെ മാനിക്കാതെ ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട്, അതും ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മെഹന്തി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്ന ഒരു പയ്യനോടൊക്കെ ഈ പദപ്രയോഗം ഉപയോഗിച്ചതിന് ശേഷം ആ ഒരു മിസ്റ്റേക്ക് എന്നോട് ക്ഷമിക്കണം. അപ്പൊ വീഡിയോ ചെയ്തതിനു ശേഷം നിങ്ങൾ കാണത്തില്ല, അത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശം റീച്ച് തന്നെയായിരുന്നു, റീച്ച് നിങ്ങൾക്ക് വാരിക്കോരി കിട്ടി എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇനിയും ആൾക്കാരോട് എനിക്ക് പറയാനുള്ള, നെഗറ്റിവിറ്റിയിലൂടെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പെർഫെക്റ്റ് ആയിട്ട് മറ്റുള്ളവർ നെഗറ്റിവിറ്റി പറയുന്ന പോലെയല്ല, നിങ്ങളൊരു വൃത്തിയായിട്ട് കാണിച്ചിട്ട് ആ
ഒരു നെഗറ്റിവിറ്റിയിലൂടെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത് ഭയങ്കര മോശമാണ്. ചെയ്യുന്ന ജോലിയെ റെസ്പെക്ട് ചെയ്യുക. നിങ്ങളൊക്കെ ഇരിക്കുന്ന പൊസിഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊന്നും നിങ്ങളുടെ മാപ്പ് ഡൈജസ്റ്റ് ആവില്ല. Hope you get me. Okay, thank you for watching my video. See you soon on next video. Goodbye.